ഫൈനലി ഞാൻ മാത്രം എന്തിനെ വിട്ടു നിൽക്കണം എന്ന് പറയുന്നത് പോലെ വാട്സപ്പ് ചാനലും ഇപ്പൊ ആരംഭിക്കുകയുണ്ടായി. എല്ലാവർക്കും കിട്ടിത്തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്രിയേറ്റ് ചെയ്യാൻ കിട്ടാത്തവർ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പൊ ബിസിനസ് എന്ന് പറയുന്ന വാട്സപ്പിലും ചെയ്യാൻ പറ്റും, പേഴ്സണൽ വാട്സപ്പിലും നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത്തരത്തിൽ വാട്സപ്പ് ചാനൽ വരിക വഴി ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പൊ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, എന്താ ഗുണങ്ങൾ, എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്റെ ബിസിനസ് വാട്സപ്പിന്റെ ഈ ഒരു കാര്യം, അതായത് ഈ വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. എന്റെ വാട്സപ്പ് ഓപ്പൺ ആക്കി ഇതിന്റെ മുകളിൽ തന്നെ ഇവിടെ ചാനൽസ് അപ്ഡേറ്റ് കാൾസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നതാണ് പുതിയതായി വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈ ടാറ്റസ് കാര്യങ്ങളൊക്കെ വരും. ഈ ടാറ്റസിന്റെ ഏറ്റവും മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരുപാട് ടാറ്റസ് ഉണ്ട്. ഓക്കെ, അതിന്റെ താഴെ തന്നെ, ഏറ്റവും താഴെ തന്നെ ഇവിടെ നമുക്ക് ചാനൽസ് ആൻഡ് ഫൈൻഡ് ചാനൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫൈൻഡ് ചാനൽസ് എന്ന് വന്നു കേട്ടോ. ഇവിടെ എന്റെ ബിസിനസ് ആണ്, ഇതിൽ ഫൈൻഡ് ചാനൽസ് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്രിയേറ്റ് ചാനലും കൂടി വരും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള. ഈ ഫൈൻഡ് ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് വന്നിരിക്കുകയാണ്, മില്യൺ കണക്കിന്. അപ്പൊ ഇതിൽ ഈ ഒരു ഫോളോവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മില്യൺ കണക്കിന് ഇത്തരത്തിലുള്ള ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്ക് അവരുടെ ഫോൺ നമ്പറോ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ, അതായത് പേഴ്സണൽ കാര്യങ്ങൾ, അവരുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും ഇവിടെ വെളിപ്പെടുത്തുന്നതല്ല. ഇത്തരത്തിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരിട്ട ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവർ ഇത്തരത്തിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ എന്തൊക്കെ ഇട്ടിരിക്കുന്നത്, ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ന്യൂസ് 18 ഇന്ത്യ എന്നുള്ളത്, ഇവരുടെ ന്യൂസ് കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയിട്ട് ഇതിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഇതിലെല്ലാം നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പൊ ഇതിൽ ഫോളോ ചെയ്യും, കാണുന്നവർ ഫോളോ ചെയ്യും. അങ്ങനെയാണ് ഇവർക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് വന്നിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് നമുക്ക് എന്താണ് ഗുണം? നമുക്കും ഇതുപോലെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിലൂടെ ഇൻകം സമ്പാദിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വീഡിയോ, ഫേസ്ബുക്കിന്റെ ആയിക്കോട്ടെ, യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ, അതിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മുടെ ഓഡിയൻസ്, നമുക്ക് ഫോളോ അപ്പ് വേണം, നമ്മളുടെ ഫാമിലി ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഫോളോ ചെയ്യാൻ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കമന്റായി പിൻ ചെയ്യാം. യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ ഫാമിലി അറിയിക്കാം. വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഷെയർ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒട്ടും സമയം കളയാതെ ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാനൽ അപ്ഡേറ്റ്സ് കാൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇത്തരത്തിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചാനൽസ് എന്ന് എഴുതിയതിന്റെ നേരിട്ട് തന്നെ പ്ലസിന്റെ ചിഹ്നം ഉണ്ടാവും. ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷൻ വരും. പിന്നെ അതുപോലെ ഫൈൻഡ് ചാനൽസ് എന്നുണ്ട്. ഫൈൻഡ് ചാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ചാനലുകൾ, അതായത് ഒരുപാട് പേര് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ചാനൽ ടു റീച്ച് അൺലിമിറ്റഡ് ഫോളോവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ താഴെ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ എന്നുള്ളതിൽ. ഇവിടെ നമ്മൾ ഷമീർ, ഓക്കെ, ഷമീർ എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഫോട്ടോ കൊടുക്കാം. ഞാൻ ഫോട്ടോ ഇവിടെ ഗാലറിയിൽ പോയ ശേഷം ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു ഫോട്ടോ ഞാൻ, ഓക്കെ, അപ്പൊ ചുമ്മാ ഞാൻ ഒരു ഫോട്ടോ വെക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ വെക്കുകയാണ്. അപ്പൊ ഈ ഒരു ഫോട്ടോ വെച്ച ശേഷം ഷമീർ, ഇവിടെ ഷമീർ ഇത്തരത്തിൽ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിലും നമുക്ക് ഐ എം ഷമീർ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിന് ശേഷം ക്രിയേറ്റ് ചാനൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ചാനൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്കും ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നമ്മുടെ ചാനൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണുന്നുണ്ട്. ഇതിന്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഇൻഫോ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഒക്കെ വരും. ഇവിടെ നമുക്ക് ഹായ് എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അയക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ഫോളോവേഴ്സ് വരുന്നതിനനുസരിച്ച് അവർ ഈ ഒരു മെസ്സേജ് കാണുന്നതായിരിക്കും. ഇത് തികച്ചും പ്രൈവസി ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ നമ്പറോ കാര്യങ്ങളൊന്നും ആർക്കും കിട്ടുന്നതല്ല. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമ്മുടെ നമ്പറൊന്നും കാണാൻ കഴിയില്ല. ഷമീർ എന്നുള്ളത് തന്നെ ഫോളോവേഴ്സ് 0 ആണ്. ഇതെന്റെ പേഴ്സണൽ വാട്സപ്പ് ആണ്, അതിൽ ഇത്തരത്തിലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡിലീറ്റ് ചാനൽ എന്നുള്ള ഏറ്റവും താഴെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷെയർ കണ്ടോ, ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള അതുപോലെ നമ്മുടേതായിട്ടുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യാനും പറ്റും. ഈ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നെയിം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാം.
ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്തോളൂ. അപ്ഡേറ്റ് ചെയ്യുക. ആദ്യം അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഫൈൻഡ് ചാനൽ എന്ന് മാത്രമുള്ളവർ കുറച്ച് ക്ഷമിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കും അവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ചാനൽ നെയിമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ച് സെർച്ചിന്റെ ഓപ്ഷൻ ഒക്കെ വന്നു. ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്നവർക്ക് ചിലപ്പോൾ ആ സെർച്ചിന്റെ പേര് വരുന്നതായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായി. പിന്നീട് ഇതിൽ ഏണിങ്സിന്റെ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സന്തോഷമാവും. അപ്പോൾ ഒരു യൂണിക് ആയിട്ടുള്ള നെയിമിൽ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. വാട്സപ്പും ഫൈനലി കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ട്വിറ്ററിൽ മോണിറ്റൈസേഷൻ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇനി ഫൈനലി വാട്സപ്പിലും കൂടി മോണിറ്റൈസേഷൻ വന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് വളരെയധികം സന്തോഷമാവും. ഇത് ഏറ്റവും കൂടുതൽ സന്തോഷം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് തന്നെയാണ്. കാരണം അവരുടെ വീഡിയോയുടെ ചാനലിൽ ഇടാം, അതായത് വീഡിയോ ചാനലിൽ ഇത്തരത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു ഒട്ടനവധി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കുക. നല്ല റീച്ച് കിട്ടട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ ഫോളോവേഴ്സ് കിട്ടട്ടെ എന്നുള്ള ആശംസയും കൂടി നേർന്നുകൊണ്ട് വീണ്ടും നല്ല നല്ല വീഡിയോ യൂട്യൂബിനെ കുറിച്ചും ഇതുപോലെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.